ഈ കഴിഞ്ഞൊരു ദിവസം രാത്രി കോഴിക്കോട് നടക്കാവ് സ്റ്റേഷനിലേക്ക് ഒരു കോൾ വന്നു കേട്ടോ. ഒരു കോൾ. കൂത്തുപറമ്പിൽ ഒരു ചെറുപ്പക്കാരനെ കാണാനില്ല എന്നായിരുന്നു ആ ഫോൺ. അദ്ദേഹത്തിൻ്റെ ടവർ ലൊക്കേഷൻ കോഴിക്കോടാണ്. നടക്കാവ് സ്റ്റേഷനിൽ രാത്രി ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഒരു പോലീസുകാരൻ, പേര് സുനീഷ്. ആ പോലീസുകാരൻ ലൊക്കേഷൻ വളരെ പെട്ടെന്ന് നോക്കി ചെറുപ്പക്കാരനെ തിരഞ്ഞിറങ്ങി. നോക്കണം, സാധാരണ രീതിയിൽ ഇത്തരം കോളൊക്കെ വന്ന ചില ഉദ്യോഗസ്ഥന്മാർ അതവിടെ ഇട്ടിട്ട് പോകും. അപ്പോൾ ലൊക്കേഷൻ കാണിച്ച സ്ഥലം എരഞ്ഞിപ്പാലം, വലിയൊരു പ്രദേശമാണ്. അവിടെ നിന്ന് കണ്ടെത്തുക വലിയ ബുദ്ധിമുട്ടാണ്. നിരവധി ഹോട്ടലുകളും പേയിങ് ഗസ്റ്റ് റൂമുകളുമുള്ള എരഞ്ഞിപ്പാലത്ത് ജീപ്പ് പോലും കടന്നു പോകാത്ത ഊടുവഴികളിലൂടെ രാത്രി ഒറ്റയ്ക്ക് ഈ സുനീഷ് എന്ന് പറയുന്ന പോലീസുകാരൻ സഞ്ചരിച്ചു. എന്നിട്ട് സംശയിക്കുന്ന മുറിയുടെ മുന്നിലെത്തി. മുറിയപ്പോൾ പൂട്ടിയ നിലയിലായിരുന്നു. അയൽവാസികളുടെ സഹായത്തോടെ വാതിൽ ചവിട്ടി തുറന്നു. നോക്കിയപ്പോൾ ആത്മഹത്യ ചെയ്യാൻ ഫാനിൽ കുരുക്കിട്ട് നിൽക്കുന്ന 26-കാരനെയാണ് ഈ സുനീഷ് കാണുന്നത്. ആത്മഹത്യയിൽ നിന്ന് തിരിച്ചു വിളിച്ച് ആ ചെറുപ്പക്കാരന് ജീവിതത്തിൻ്റെ ഒരു രണ്ടാം ഇന്നിങ്സ് നൽകിയ സുനീഷ് എന്ന പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ആർജവം പ്രശംസനീയമാണ്. ഞാനിത് പറഞ്ഞത് എന്തെന്ന് വെച്ചാൽ, എല്ലാ പോലീസ് ഉദ്യോഗസ്ഥരെയും അങ്ങനെ അടച്ചാക്ഷേപിക്കരുത്. നമ്മുടെ പോലീസിംഗ് ഫോഴ്സിൽ 99% ഇത്തരത്തിലുള്ള മനുഷ്യരുണ്ട്. ഇവിടെ സുനീഷ് നമ്മുടെ കൈയടി ആഗ്രഹിക്കുന്നത് ഒരു ചെറുപ്പക്കാരനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു എന്ന് മാത്രമല്ല, ഒരൊറ്റ ഫോൺ കോൾ അയാൾക്കത് അവഗണിക്കാമായിരുന്നു. മറ്റെല്ലാവരും ചെയ്യുന്നത് പോലെ അത് വേണമെങ്കിൽ വിളിച്ച് മറ്റേതെങ്കിലും ഉദ്യോഗസ്ഥരെ വിടാമായിരുന്നു. അതല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ ഒരു മറുപടി പറഞ്ഞ് ഒഴിവാക്കാമായിരുന്നു. ഒഴിവാക്കാതെ ആ ഫോൺ കോളിന് പിന്നാലെ നടന്ന സുനീഷ് ഉണ്ടല്ലോ, ഗ്രേറ്റ്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അങ്ങനെ ആവണം. നമ്മൾ ചെയ്യുന്ന പണി അത്രയും ആത്മാർത്ഥമാണെങ്കിൽ അതിൻ്റെയൊക്കെ ഔട്ട്പുട്ട് ഉണ്ടാവും. സുനീഷ് ഒരിക്കലും ആ ഫോൺ കോൾ വരുമ്പോൾ ഇങ്ങനെ ഒരു ആത്മഹത്യാ സീനിൽ ഒരാളെ രക്ഷിക്കാൻ പോവുകയാണെന്ന് അയാൾ കരുതിയിട്ടേ ഇല്ല എന്നുള്ളതാണ്. ചിലപ്പോഴൊക്കെ അങ്ങനെയാണ്. നമ്മൾ പറയുന്ന ഒരു യെസ് ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും. ചില സമയത്ത്